ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്യാമ അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വൈകിട്ട് നേരത്തെ വരാം, നീ ഈ മാല അണിഞ്ഞ് നിൽക്കണമെന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എന്താ ചേട്ടൻ എന്നോട് ഒട്ടും വിശ്വാസമില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇപ്പം തന്നെ മാല ഇടാം എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, വേണ്ട ഇപ്പിടണ്ട, വൈകിട്ടിട്ടാൽ മതി, ആ സമയത്ത് കുറച്ചുകൂടി സുന്ദരിയാകും നീ എന്ന് പറയാണ്. ഓ ഈ ചേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ശരിയെന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പോകുവാണ്. പിന്നെ കാണിക്കുന്ന പ്രീതിനെയാണ്. പ്രീതി തങ്കച്ചൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തങ്കൻ ചേട്ടൻ പറയുന്നുണ്ട്, 2 ദിവസം എടുക്കും ആ കാറ് കിട്ടാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സമയം വൈകി വേഗം ചാടി എഴുന്നേക്കാണ്. ഈശ്വര, ഇത്രയും നേരമായോ, ചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ബ്രഷും പേസ്റ്റൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് പോകുവാണ്. ആ സമയത്ത് നമ്മുടെ തങ്കഞ്ചേട്ടൻ പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, ആ സാറിന് നേരത്തെ പ്രീതി മോൾക്ക് പരിചയമുണ്ടോ? ആ എനിക്ക് പരിചയമുണ്ട്, അത് ശ്രുതി പണി ചെയ്യേണ്ട അടുത്ത സാറാണ് എന്നിങ്ങനെ പറയാണ്. ഓഹോ അങ്ങനെയാണോ? ഓ ശരി ശരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ നമ്മുടെ ശ്രുതി പല്ലും തേച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. ആ ഹലോ, ഗുഡ് മോർണിംഗ് ശ്രുതി മോളെ എന്ന് തങ്കഞ്ചേട്ടൻ പറയുമ്പോൾ, ഗുഡ് മോർണിംഗ്, മോൾ പല്ല് തേക്കുവാണോ? അല്ല അല്ല, ഞാൻ പല്ല് തേക്കുമല്ല, ഞാനേ എന്താണ് വെറുതെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ എന്നെ പറഞ്ഞ് ശ്രുതി കളിയാക്കുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രീതിക്ക് ചിരി വരുവാണ്. ആ മോളുടെ സാർ ഇവിടെ വണ്ടി തന്നിട്ടുണ്ടായിരുന്നല്ലോ. സാറോ? ഏത് സാറ്? അശ്വിൻ സാറോ? അല്ല അല്ല, ഒരു ആകാശ് എന്ന് പറഞ്ഞിട്ട് പ്രീതി മോൾ ഇന്നലെ സംസാരിച്ചൊക്കെ ചെയ്തായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ആഹാ ആകാശ് സാർ ഇന്നലെ വണ്ടി ഇങ്ങോട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ എന്ന് പറയാണ്. പ്രീതി മോൾ പറഞ്ഞില്ലേ? അയ്യോ അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ പ്രീതി ഇങ്ങനെ പതുങ്ങുവാട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു അല്ലേ? എന്താ കംപ്ലൈൻറ്റ് എന്ന് മണിയേട്ടൻ പറഞ്ഞായിരുന്നു. കംപ്ലൈൻറ്റ് എന്തോ ഫ്യൂൽ ടാങ്കിൽ എന്തോ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെയാണോ എന്നൊക്കെ ശ്രുതി അയാൾക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ മനസ്സിലാകെ അങ്ങനെ തന്നെ വേണം കടലമിഠായിക്ക് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം തങ്കച്ചേട്ടൻ പോകുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്നെ വിളിക്കാതിരുന്നത്, സമയം ഇത്രയായെന്ന് പറയുമ്പോൾ, ആഹാ അത് കൊള്ളാം, ഞാൻ നിന്നെ വിളിച്ചായിരുന്നു, നീ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് പൊതച്ചു മൂടി കിടന്ന ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അകത്തേക്ക് പോകുക കേട്ടോ. അതിനുശേഷം ശ്രുതി വേഗം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, ശ്രുതി ഇതും കൂടി ഒന്ന് കഴിക്കേ, അവിടെ പോയി കഴിഞ്ഞാൽ നീ പട്ടിണിയാണെങ്കിലോ? എൻ്റെ അമ്മായി, ഞാൻ പട്ടിണിയൊന്നല്ല, അവിടെ അഞ്ജലി ചേച്ചിയും മുത്തശ്ശിയുള്ളിടത്തോളം കാലം ഞാൻ പട്ടിണിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ശ്യാം വരുക കേട്ടോ. ആഹാ ഷ്യാമോനിരിക്കും, ഞാൻ ഭക്ഷണം എടുക്കാൻ, വേണ്ട അമ്മായി ഇരിക്കും മോനെ എന്ന് പറയുവാണ്. അങ്ങനെ ശ്യാം പെട്ടെന്ന് ചുമ പറ്റുന്ന പോലെ കാണിക്കുമ്പോൾ, കുറച്ച് വെള്ളം തരാമോ ശ്രുതിയും ചോദിക്കുമ്പോൾ, ശ്രുതി വെള്ളം എടുക്കാൻ പോകുമ്പോൾ, അയ്യോ ഈ വെള്ളം വേണ്ട, എനിക്ക് നല്ല ചൂടുവെള്ളം തരാമോ? അതിനെന്താ ശ്യാം സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടുക്കളയിലേക്ക് പോവാം. ആ സമയത്ത് ആ മാല എടുത്തിട്ട് ശ്യാം ശ്രുതിയുടെ ബാഗിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് ശ്രുതി വെള്ളം കൊടുക്കുമ്പോൾ, താങ്ക് യു ശ്രുതി എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുവാണ്. ശ്രുതി അവിടെ നിന്ന് വേഗം, അമ്മായി ചേച്ചി ഞാൻ പോകുവാണെന്ന് പറയുമ്പോൾ പ്രീതി വരുന്നുണ്ട്. മോളെ പോയിട്ട് വരാമെന്ന് പറ. ഓ ശരി, പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറയാണ്. ശ്യാം സാറെ വന്നിട്ട് കാണാവേ, അമ്മായി പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ഹാവോ ഇന്നത്തോടെ ശ്രുതി അവിടുത്തെ ജോലി നിർത്തും, ഇതല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമില്ല ശ്രുതിക്കുട്ടി എന്ന് നമ്മുടെ ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ്. അശ്വിൻ അവിടുത്തെ രാമൻചേട്ടനോട് പറയുന്നുണ്ട്, രാമേട്ട എൻ്റെ റൂമിൽ ആരെങ്കിലും വന്നാൽ രാമേട്ടൻ ശ്രദ്ധിക്കണം, അവർ ഈ റൂമിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, കുഞ്ഞെ റൂം പൂട്ടിയിട്ട് പോയാൽ പോരെ? ആ പൂട്ടിയിട്ട് പോകാം, എങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ആരെങ്കിലും വരില്ലേ, അപ്പോൾ അവരെ ഈ റൂമിൽ എന്തിനാണ് വരുന്നതെന്നും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രാമേട്ടൻ ശ്രദ്ധിക്കണം. അതിനെന്താ കുഞ്ഞെ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് രാമേട്ടൻ പറയാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വാതിൽ തുറക്കണ മുമ്പ് വാതിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയായിരിക്കും. ഈശ്വര ഇന്ന് ആ കടലമിഠായിനെ കാണാനിട വരുത്, അതാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുവാണ്. വാതിൽ അശ്വിൻ തുറക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഒച്ചത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, ഇന്ന് ആ കടലമിഠായിനെ കാണാൻ ഇട വരരുതേ, അത് അയാളുടെ ഓന മുഖം എനിക്ക് കാണാൻ പറ്റില്ലേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരുവാണ്. അശ്വിനത് ഹും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി കണ്ണ് തുറക്കുമ്പോൾ അശ്വിൻ പോണതാണ് കാണുന്നത്. ഈ കടലമിഠായി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പറഞ്ഞത് കേട്ട് കാണും. ഞാൻ പറഞ്ഞത് ആര് കേൾക്കാൻ, ഞാൻ പതുക്കെയല്ലേ പറഞ്ഞത്, എൻ്റെ കുട്ടികൃഷ്ണൻ മാത്രമേ കേട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോകുക കേട്ടോ. ബാഗ് അവിടെ വെച്ചിട്ട് ശ്രുതി വേഗം മുകളിലേക്ക് പോവാണ് അഞ്ജലിയുടെ അടുത്തേക്ക്. അപ്പോൾ അഞ്ജലി ശ്യാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ശ്യാമ് ചോദിക്കുന്നുണ്ട്, ആഹാ നീ മാല ഇട്ടോ? ഇല്ല ചേട്ടാ, ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വരുന്നിട്ട് അവിടെ നിൽക്കുവാണ്. സംസാരിച്ച് ചേച്ചി പറയുന്നുണ്ട്. ആ സമയത്ത് പറയട്ടാന്ന് പറയുമ്പോഴേക്കും, അല്ല അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. ഇവിടെ പതിവ് പോലെ ശ്രുതി വന്നു എന്നിങ്ങനെ പറയുവാണോ. ആ സമയത്ത് ശ്രുതി അവർ തമ്മിൽ സംസാരിക്കണല്ലേ, ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ശേഷം നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോണ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ബാഗ് നിലത്ത് വെച്ചിട്ടാണ് പോണത്. അപ്പോഴേക്കും നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതാ കാർട്ടൂൺ ബേബിയുടെ ബാഗല്ലേ, ഈ ബാഗിൽ എന്താ അവൾ കൊണ്ടുവരുന്നത് ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ബാഗ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണ സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി അഞ്ജലി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ മനോരമ ആ ബാഗ് തുറന്ന പാടെ തന്നെ അങ്ങോട്ടേക്ക് വെക്കണ സമയത്ത് ആ ബാഗ് നിലത്തേക്ക് വീഴുവാണ്. മനോരമ അത് എടുത്ത് വെക്കണമെന്നില്ല, മനോരമ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം ശ്രുതി അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ബാഗ് എന്താ ഇവിടെ ഇങ്ങനെ കിടക്കണത് എന്ന് പറഞ്ഞിട്ട് തുറന്ന് കിടക്കണ എന്താണ്, ഇനി ആരെങ്കിലും എൻ്റെ ബാഗ് തുറന്നോ, തുറന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ നിന്ന് ആരെന്തെടുത്തോണ്ട് പോകാനാ, ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ഇത് അടച്ചിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ബാഗ് അടച്ചിട്ട് അവിടേക്ക് വെക്കുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാവണ്യ അടുക്കളയിൽ ഒരു പരിപ്പിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കടല, ഇത് പരിപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് മനോരമ വരുന്നുണ്ട്. ലാവണ്യ ബേബി എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്ന് കാർട്ടൂൺ ബേബി പറയുക എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു പഠിക്കണമെന്ന്. ഞാൻ എന്തിനാ ആൻറ്റി ഇതൊക്കെ പഠിക്കണത്? അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ എന്തിനാ പഠിക്കണേന്ന് അറിയാവോ, ആ കിളവീനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിക്കണം. ഇതെന്താണ്, ഇത് കട്ടിലല്ല കടല എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കുവാണ്. അതിനുശേഷം മനോരമക്ക് മതിയാവും കേട്ടോ, കാരണം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ലാവണ്യ കറക്റ്റായിട്ട് തലയിലെടുത്ത് പറയുന്നില്ല. നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ ആൻറ്റി അവിടെ നിന്ന് പോകുവാണ്. ശേഷം നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിൻ്റെ ഒരു ലാപ്ടോപ്പായിട്ട് അശ്വിൻ്റെ റൂമിലേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് ഇവിടെ ആരുമില്ല, സമാധാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അശ്വിൻ പെട്ടെന്ന് അടുത്തേക്ക് വരുവാണ്. നീ എന്താ എൻ്റെ റൂമിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ആകെ ഇങ്ങനെ നെട്ടുവാട്ടോ. അല്ല നീ എന്തിനാ എൻ്റെ റൂമിൽ കയറിയെന്ന്, എന്തിനാണ് എൻ്റെ ലാപ്ടോപ്പ് എടുത്തത്, നീയാണ് എൻ്റെ ലാപ്ടോപ്പ് ചീത്തയാക്കിയതല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ സാർ വേണ്ട, നീ ഒന്നും പറയണ്ട, നീ പാവത്തിനെ പോലെ ഇരിക്കുമെന്നല്ല, നീ ഭയങ്കര സാധനമാണ്, നിനക്കൊന്നും ഒട്ടും മാനേഴ്സ് ഇല്ല, നിന്നെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നീ ഒരു ഫ്രോഡാണ് എന്ന് പറയാണ്. സാർ കുറച്ചൊരു മാന്യമായിട്ട് സംസാരിക്കണം. എന്ത് മാന്യതയാണ് ഞാൻ കാണിക്കേണ്ടത്, നീയല്ലേ എൻ്റെ റിംഗ് ടൂൺ മാറ്റിയത് എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. അതിനുശേഷം അശ്വിൻ ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ ഷൂവിൽ ജ്യൂസ് ഒഴിച്ചത് നീയല്ലേ, നീയൊക്കെ ഇവിടെ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണത്തോട് കുറച്ചുകൂടി ഒരു കൂറ് നിനക്ക് കാണിച്ചുകൂടെ, നിനക്കൊക്കെ ഒരു ഒട്ടും മാനേഴ്സ് ഇല്ലാത്ത പെണ്ണുങ്ങളാണ്, നിന്നെപ്പോലത്തെ പെണ്ണുങ്ങളെ വിളിക്കേണ്ട പേര് വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് ഫയർ ചെയ്ത് തുടങ്ങും കേട്ടോ. ആദ്യമൊന്നും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടിരിക്കുവാണ്. അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ റൂമിൽ കയറാൻ എൻ്റെ അടുത്ത് ആര് പറഞ്ഞു, എൻ്റെ അനുവാദം ഇല്ലാതെ റൂമിൽ കയറാൻ എൻ്റെ അടുത്ത് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പൊട്ടിത്തെറിക്കും കേട്ടോ അശ്വിൻ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, നീ ഒന്നും പറയണ്ട, നിന്നെപ്പോലത്തെ പെണ്ണുങ്ങളൊക്കെ എന്ത് തരം വരെ താഴുമെന്ന് എനിക്കറിയാം, നീ എന്താ നിന്റെ വീട്ടുകാരെ കറക്റ്റ് പാഠങ്ങളൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ല, അതിൻ്റെ കുഴപ്പമാണ് നിനക്ക് എന്നൊക്കെ പറയാണ്. ഇപ്പം കണ്ടില്ലേ നീ എൻ്റെ ലാപ്ടോപ്പ് വരെ കേടാക്കി, എത്ര രൂപയുടെ ലാപ്ടോപ്പാണെന്ന് നിനക്ക് അറിയാവോ, നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയല്ലേടി, അതിൻ്റെ ഒരു നന്ദി നിനക്ക് കാണിച്ചുകൂടിയടി എന്നൊക്കെ പറയുവാണ്. ഒരു നന്ദി ഇല്ലാത്തൊരു പെണ്ണാ നീ, ഒരു ഫ്രോഡ് എന്ന് പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്ന് സാർ മതി നിർത്ത് എന്നിങ്ങനെ പറയാനെടുത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.